നമസ്കാരം. യൂറോപ്പിലേക്ക് ഒരു പുതിയ യാത്രാ ചരക്ക് പാത വെട്ടാനൊരുങ്ങുകയാണ് ഇന്ത്യ എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. G20 യോഗം ദില്ലിയിൽ നടന്ന വേളയിൽ ഇതിന്റെ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്കും അവിടെ നിന്നും ഇസ്രായേലിനെ ബന്ധിപ്പിച്ച് യൂറോപ്പിലേക്കുമുള്ള ഒരു പാതയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് തടയിടാൻ ഇപ്പോൾ അപ്രതീക്ഷിതമായി മറ്റൊരു പാതയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തുർക്കി എന്ന രാജ്യം. ഇന്ത്യയുമായി സഹകരിക്കുന്ന UAEയും ഖത്തറും പങ്കാളികളായിട്ടാണ് പുതിയ പാത വരുന്നത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇറാഖുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും ഈ പാത നിർമ്മിക്കാൻ പോകുന്നത്. തുർക്കിയാണ് പ്രധാനമായും ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ബന്ധപ്പെട്ട കരാറിൽ കഴിഞ്ഞ ദിവസം തുർക്കി ഇറാഖ് നേതാക്കൾ സംയുക്തമായി ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നും ആരംഭിക്കുന്ന പാത തുർക്കിയിലൂടെ അല്ല കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് തുർക്കി ഒരു ബദൽ പാത ഒരുക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും UAEയിലേക്കും കടൽ മാർഗവും ശേഷം റെയിൽ മാർഗം ഇസ്രായേലിലേക്കും അവിടെ നിന്നും ജലമാർഗം യൂറോപ്പിലേക്കുമാണ് ഇന്ത്യ യൂറോപ്പ് പാത വരുന്നത്. അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ പാത വരുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഒരു സാന്നിധ്യം, അതായത് ഇസ്രായേലിന് നേട്ടം ഉണ്ടാകും എന്നുള്ള ഒരു സത്യാവസ്ഥ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല GCC രാജ്യങ്ങൾക്കും ഇതിനോട് താല്പര്യമില്ല എന്നുള്ള ചില വാർത്തകൾ മുൻപ് വരികയും ചെയ്തിരുന്നു. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തുർക്കി ആ മേഖലയിൽ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ കാര്യമായി അവരുടെ സൈനിക രംഗത്തുൾപ്പെടെ മെച്ചം നേടിക്കൊണ്ടിരിക്കുന്ന തുർക്കി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും തുർക്കിയുടെ ഈ തീരുമാനം ഇന്ത്യയുടെ പാതയുമായി നേരിട്ട് ബന്ധമൊന്നും ഇല്ല എങ്കിൽ പോലും GCC രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ കാര്യമായി ഉലയ്ക്കാൻ പ്രാപ്തിയുള്ളതാണ്. എന്തായാലും ഈ പാതയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക, ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും തുർക്കിയുടെ ഈ പുതിയ പ്രൊജക്റ്റിൽ സഹകരിക്കാൻ പോവുക തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇന്ത്യയുടെ പുതിയ ചരക്ക് യാത്രാ പാതയായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന ബൃഹത് പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.